നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു ഓഗസ്റ്റ് മാസം എത്തിയിരിക്കുകയാണ്. 1-ാം തീയതി തന്നെ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് 2018 വെള്ളപ്പൊക്കം. അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിതീവ്ര മഴ, അത് ഒരൊറ്റ രാത്രി കൊണ്ട് പെയ്തിറങ്ങിയ മഴ. ആ മഴയിൽ ഒരുപാട് പേർ ദുരിതം അനുഭവിക്കുകയാണ്. 6ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് പത്തനംതിട്ടയാണ്. ഈ പത്തനംതിട്ടയിൽ ആറന്മുളയിലൊക്കെ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയുണ്ടായി. ആറന്മുള MLA അബിൻ വർക്കി അടക്കമുള്ളവർ ഈ വീടുകളിൽ കുടുങ്ങിപ്പോയവരെയൊക്കെ രക്ഷിക്കാൻ വള്ളത്തിൽ പോകുന്ന കാഴ്ചയും അവരെ ഒഴിപ്പിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഭീതി തന്നെയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. നമുക്ക് മുന്നിൽ വലിയൊരു സംഭവമുണ്ട്. 2018 വെള്ളപ്പൊക്കം. അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവാണ്. അതിപ്പോഴും നമുക്കൊരു വിങ്ങലാണ്. എന്തായാലും ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകളൊക്കെ അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അതേസമയം അതിതീവ്ര മഴ സാധ്യത മുന്നിലുണ്ടായിട്ടും ഇത്തവണ സംസ്ഥാനത്ത് മുന്നൊരുക്കങ്ങളുമൊക്കെ വലിയ രീതിയിൽ പാളിയിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ ഒരു മഴ സാഹചര്യം ഉണ്ടാകുമ്പോൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശം ഈ ഒരു KSDMA നൽകുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു മുന്നൊരുക്കമൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഇന്നലെ ഉരുൾപൊട്ടലിൽ കുറച്ചുപേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിതീവ്ര മഴ പെയ്തിറങ്ങിയ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലർട്ട് മാത്രമാണ്. ദുരന്തങ്ങൾ മുമ്പ് നേരിട്ടിട്ടുള്ള മലയോര മേഖലകളിൽ പോലും മുന്നറിയിപ്പിനനുസരിച്ചുള്ള ജാഗ്രത ഉണ്ടായില്ല. വരുന്ന 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്ന് ഇപ്പോൾ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട ലാഹയിൽ 25 സെന്റിമീറ്റർ, ഇടുക്കി പേരുമേടും തൊടുപുഴയിലും 21 സെന്റിമീറ്റർ വീതം മഴയാണ് പെയ്തിറങ്ങിയത്. 24 മണിക്കൂറിനിടെ പെയ്തിറങ്ങിയത് റെഡ് അലർട്ടിനനുസരിച്ചുള്ള അതിതീവ്ര മഴ. അപ്പോൾ നിലവിലുണ്ടായിരുന്ന അലർട്ട് ആകട്ടെ ഓറഞ്ച് അലർട്ട്. ഇന്നലെ രാത്രി 9 മണിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് എവിടെയും റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല. രാത്രി 10 മണിക്ക് നൽകിയ തൽസ്ഥിതി മുന്നറിയിപ്പിലും ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. റെഡ് അലർട്ടിന് സമാനമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതാകട്ടെ രാത്രി 11:15. പത്തനംതിട്ടയും ഇടുക്കിയും അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ 7 മണിക്ക്. അപ്പോഴേക്കും പെരുമഴ പെയ്തിറങ്ങി പലയിടങ്ങളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരുന്നു. ആളുകൾ ദുരിതക്കയത്തിലായതിനു ശേഷം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് അക്ഷരാർത്ഥത്തിൽ മുന്നൊരുക്കവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളുമൊക്കെ പാളി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഓറഞ്ച് അലർട്ട് എന്നാൽ ആക്ഷൻ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കൂട്ടിക്കലിലും 2018 പ്രളയത്തിൽ മുങ്ങിപ്പോയ റാന്നിയിലും അടക്കം തുടർച്ചയായി മഴ പെയ്തു. എന്നിട്ടും ആളുകളെ മാറ്റി പാർപ്പിക്കാനോ വേണ്ട രീതിയിലുള്ള മുൻകരുതൽ എടുക്കാനോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ കുടയൂത്തൂരിൽ NDRF സംഘത്തിന് പെട്ടെന്ന് എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ വേഗത്തിൽ രക്ഷിക്കാനായി. എന്നാൽ ഉരുൾപൊട്ടലുണ്ടായ കോട്ടയത്ത് 3 ഇടങ്ങളിലും NDRF എത്തിയില്ല. പത്തനംതിട്ടയിലേക്കും NDRF എത്തിയപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. പല ജനങ്ങൾക്ക് വീട്ടിൽ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വള്ളത്തിലൊക്കെ പോയാണ് ആ വീടുകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്. ഇത്രയും ഒരു അലേർട്ട് അല്ലെങ്കിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരുന്നില്ല, ജാഗ്രതാ കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് ആരും ചോദിച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ പല പഠന ഏജൻസികളും മധ്യ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതാണ്. പ്രാദേശികമായി ശക്തമായ മഴ മുന്നറിയിപ്പ് ഏജൻസികൾ നൽകിയതാണ്. പക്ഷേ ദുരന്ത സാഹചര്യം മുൻകൂട്ടി കാണാൻ IMDക്കോ KSMDMAക്കോ കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. ഇനി അത്തരത്തിലൊരു നിർദ്ദേശം തന്നാൽ തന്നെ പലപ്പോഴും ജനങ്ങൾ സഹകരിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പത്തനംതിട്ട മലയോര മേഖലകളിൽ നിർത്താതെയാണ് മഴ പെയ്തിറങ്ങിയത്. പമ്പയാർ കര കവിഞ്ഞൊഴുകി. അത് വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് തിരിച്ചറിയാനോ മുന്നൊരുക്കം നടത്താനോ വേഗത്തിൽ സാധിച്ചില്ല. IMDക്ക് പുറമെ മറ്റ് ഏജൻസികളിൽ നിന്നുകൂടി വിവരം ശേഖരിക്കുന്ന KSDMA എന്ത് മുന്നൊരുക്കമാണ് നടത്തിയത് എന്ന ചോദ്യവും കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. നാടിനെ തകർത്ത മുണ്ടക്കൈ ദുരന്തമുണ്ടായ 2024 എൽനിനോ വർഷമായിരുന്നു. ഇതും എൽനിനോ വർഷമാണ്. അപ്രതീക്ഷിത അതിതീവ്ര മഴ ദിവസങ്ങൾക്ക് എൽനിനോ വർഷങ്ങളിൽ സാധ്യത ഏറെയുണ്ട്. അലേർട്ടുകൾക്ക് അതീതമായ ജാഗ്രത വേണ്ട സംസ്ഥാനത്ത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു.
വയനാട് ജില്ലയിൽ ശക്തമായ മഴയുണ്ടായി. തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. വൈത്തിരി, ലക്കിടി മേഖലകളിൽ 24 മണിക്കൂറിൽ അതിതീവ്ര മഴ പെയ്തിറങ്ങി. ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്കും കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. എന്തായാലും ഇത്തവണ ഒരൊറ്റ രാത്രി കൊണ്ട് പെയ്തിറങ്ങിയ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പത്തനംതിട്ടയാണ്. റാന്നി, ആറന്മുള, കോന്നി പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. റാന്നി ടൗൺ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലായിരിക്കുകയാണ്. പമ്പയിൽ അതിവേഗം ജലനിരപ്പ് ഉയരുന്നുണ്ട്. റാന്നി വടശ്ശേരിക്കര റോഡ് മുങ്ങിപ്പോയി. റാന്നി ടൗണിലെ കടകളിൽ വെള്ളം കയറി. മേഖലയിലാകെ വൈദ്യുതി വിച്ഛേദം സംഭവിച്ചിരിക്കുന്നു. വീടിന്റെ മുകൾ നിലയിലും മറ്റും അഭയം പ്രാപിച്ചവരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പമ്പയിലെ അരയാഞ്ഞിലി മണ്ണ് കോസ്വേ തുടങ്ങിയ അവസ്ഥയിലാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് ഇവിടെ വെള്ളം കയറുകയായിരുന്നു. ടൗണിലെ കടകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. പല വീടുകളിലും ആളുകൾ ഒറ്റപ്പെട്ടു. വെള്ളം കയറിയ റാന്നി ടൗണിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് എത്ര ഭയാനകമാണ് ആ ദൃശ്യങ്ങളെന്ന് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആളുകളെ ഡിങ്കി ബോട്ടുകളിലാണ് മാറ്റിയത്. കൂടുതൽ ഡിങ്കി ബോട്ടുകൾ സ്ഥലത്തേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആകെ മൊത്തം 2018 മഹാപ്രളയം നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഴ്ച എവിടെ സംഭവിച്ചു? 2018 മഹാപ്രളയം ഒരു മനുഷ്യനിർമ്മിത പ്രളയമാണ്. എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചു, അത് സർക്കാരിൻ്റെ ഒരു വീഴ്ചയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ അന്ന് ശക്തമായിരുന്നു. സർക്കാർ മാറിയിട്ടുണ്ട്, എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും. എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക്, എപ്പോൾ, എങ്ങനെ, അതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യങ്ങൾ പോലെ അത്തരത്തിലുള്ള ജാഗ്രതാ കുറവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6ഓളം ജീവൻ നഷ്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർ ഉരുൾപൊട്ടൽ മേഖലയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലയോ, അങ്ങനെ ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. റാന്നിയിലെ പ്രളയം ജനജീവിതത്തെ വലിയ രീതിയിലാണ് ദുസ്സഹമാക്കിയിരിക്കുന്നത്. വീടുകളിൽ കുടുങ്ങിപ്പോയവരെ ഫയർഫോഴ്സ് സംഘം ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലകളിൽ പെയ്യുന്ന കനത്ത മഴയുടെ ആഘാതവും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത്. നഗരത്തിൽ ജലനിരപ്പ് ഇനിയും ഉയരാൻ കാരണമാകുമെന്നതിനാൽ വീടുകളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. അതിവേഗമുള്ള മലവെള്ളപ്പാച്ചിൽ കാരണം ആറന്മുള, ഐക്യര, സത്രക്കടവ്, കോഴിപ്പുറം ഭാഗങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. പത്തനംതിട്ടയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, തിരുവല്ല മേഖലകളും പ്രളയത്തിന് സാധ്യതയുണ്ട്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇട്ടിയപ്പാറ ടൗൺ, വടശ്ശേരിക്കര, അട്ടിക്കയം, കുരുമ്പമൂഴി പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കനത്ത മഴയിൽ ജില്ലയിൽ മണ്ണിടിച്ചിലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോന്നി, കൊക്കാത്തോട്, നെല്ലിക്കപ്പാറ എന്നിവിടങ്ങളിൽ ഉണ്ടായ മണ്ണിടിച്ചിലുകളും ജനവാസ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 1 തീയതി തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദുരന്തം ഇത് നമുക്ക് മുന്നിൽ വലിയൊരു പാഠമായിട്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ജാഗ്രത ഈ മാസം മുഴുവൻ നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായി ഇത് കരുതേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അധികൃതർ അവർ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അനാസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഒരു ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നദികളിലൊക്കെ അലേർട്ടുണ്ട്, മഴ മുന്നറിയിപ്പുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് പുതുക്കിയ മഴ മുന്നറിയിപ്പ് കൂടി ഒന്ന് നോക്കാം. ഏതൊക്കെ ജില്ലകളാണ് നിലവിലിപ്പോൾ മഴ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുള്ളതൊന്നുകൂടി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. പ്രത്യേകിച്ച് ഈ മുന്നറിയിപ്പൊക്കെ നൽകുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാവരും ഈ മുന്നറിയിപ്പൊക്കെ ഗൗരവത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്. മുന്നറിയിപ്പിനനുസരിച്ച് ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളതാണ്, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന്. എന്തായാലും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പുതുക്കിയ മഴ മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഓറഞ്ച് അലേർട്ട് ഉണ്ട് ഇന്ന്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മഞ്ഞ അലേർട്ട് ഉണ്ട്. നാളെ മഞ്ഞ അലേർട്ട് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ അലേർട്ടാണ്. മുന്നറിയിപ്പുകൾ എപ്പോഴായാലും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജില്ലകളിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഇടങ്ങളുടെ ചുറ്റുപാട് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സുരക്ഷാ മുൻകരുതൽ നമ്മൾ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.